ആ കള്ളുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ബാബു അങ്ങനെ പറയരുത്. ഡ്രൈഡേയിൽ മിലിറ്ററി കോട്ട സംഘടിപ്പിക്കാൻ പെടാപ്പാടാണ് ബാബുവിനെ കൊണ്ട് അങ്ങനെ പറയിച്ചതെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ കള്ളുകുടിയന്മാർക്ക് വേണ്ടി മാത്രമേ ആളുകൾ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുള്ളൂ. സംസ്ഥാനത്തെ നിയമസഭ തന്നെ ഇക്കാര്യം ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പറഞ്ഞ് ഗ്ലാസിൽ ഐസ് ക്യൂബ് ഇട്ട് ചർച്ച കൊഴിപ്പിക്കുന്നുണ്ട്. ആരൊക്കെ വീണാലും ഇഴഞ്ഞാലും ബാബുമാർ ഇനി സങ്കടപ്പെടേണ്ടി വരില്ല. വീര്യം കുറഞ്ഞ മദ്യം വിറ്റ് സർക്കാരിന് ഇച്ചിരി ദമ്പിടി ഉണ്ടാക്കാമെന്ന് പൂക്കി മുഖ്യന് ഒരു തോന്നലുണ്ടായി. ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണല്ലോ. ആ പൂച്ച കുഞ്ഞുങ്ങൾക്കുള്ള പാലും വാങ്ങിക്കണ്ടേ, ചെലവ് കൂടും. ആരായാലും കടുങ്കൈ ചെയ്തു. മുഖ്യനും ചെയ്തു അത്തരം ഒരു കടുങ്കൈ. ഡെലൂലു സൊലൂലു പോലൊരു ബജറ്റിൽ കണ്ണുമടച്ച് അക്കാര്യം അങ്ങ് പ്രഖ്യാപിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാൻ പോകുന്നു. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനം അനുവദിക്കുന്നതിനായി 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും. 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. ഈ പ്രഖ്യാപനം കേട്ട് എക്സൈസ് മന്ത്രി ചെറുതായെന്ന് ഞെട്ടിയോ എന്നൊരു സംശയം ഇല്ലാതില്ല. നികുതി ഘടന പോലെ ഒരു ബജറ്റ് നിർദ്ദേശം എക്സൈസ് മന്ത്രിയെ നേരിട്ട് അറിയിക്കണം എന്നൊന്നുമില്ല. പക്ഷെ മദ്യനയം അത് മുന്നണിക്കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഏകപക്ഷീയമായി തീരുമാനം എടുക്കാനാകുമോ? മദ്യമുക്ത കിനാശേരിയെക്കുറിച്ച് വാദോരാതെ സംസാരിച്ച യൂത്തന്മാരും മൂത്തവരും ഇനിയിപ്പോൾ എന്ത് ചെയ്യും? തീരുമാനമുണ്ടായിരിക്കുന്ന ഒരു സാമ്പത്തിക തീരുമാനമാണ്. നിലവിൽ ധനകാര്യ വകുപ്പിലെ GST വകുപ്പ് സെയിൽ ടാക്സ് സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്നതിൽ നിന്നും ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരു തീരുമാനവും ഈ ഗവൺമെൻറ് എടുത്തിട്ടില്ല. അതായത് കേരളത്തിൽ ഏത് മദ്യം വിൽക്കണമെങ്കിലും അനുമതി നൽകേണ്ടത്, പെർമിറ്റ് നൽകേണ്ടത് എക്സൈസ് വകുപ്പാണ്, കമ്മീഷണറാണ്. അപ്പോൾ അത്തരമൊരു പെർമിറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും എക്സൈസിന് മുമ്പിലില്ല. ഇപ്പോൾ നിലവിൽ ഈ വിൽപ്പനയ്ക്ക് വേണ്ടി ഒരു ബ്രാൻഡ് രജിസ്ട്രേഷന് ഒരു അപേക്ഷ സംസ്ഥാന എക്സൈസ് വകുപ്പിന് മുമ്പിൽ വന്നാൽ സംസ്ഥാന എക്സൈസ് മന്ത്രി എന്ന നിലയിൽ എൻ്റെ പോളിസി വ്യക്തമാണ്. അതിന് അനുമതി നിഷേധിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്. സത്യം പറയാലോ, നല്ല ഒന്നാന്തരം പ്രഖ്യാപനം എന്നാണ് ഉട്ടോപ്പിയുടെ അഭിപ്രായം. വെറുതെ വീര്യം കൂടിയ സാധനമൊക്കെ അടിച്ചു കയറ്റി ചങ്കും കരളുമൊക്കെ നാശകോശമായി വേഗം കാലപുരിക്ക് പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അങ്ങോട്ടേക്കുള്ള യാത്ര പതുക്കെയാക്കുന്നത്. ആളുകൾ അങ്ങനെ ഇഞ്ചിഞ്ചായി അല്ലല്ലോ വേണ്ട. നല്ലൊരു കാര്യം പറയുമ്പോൾ നെഗറ്റിവിറ്റി വാരി വിതറാൻ പാടില്ലല്ലോ. കാലപുരി യാത്ര വൈകും തോറും രാഷ്ട്ര പുനർനിർമ്മാണത്തിന് നമ്മളാൽ കഴിയുന്ന സേവനം ചെയ്യാം. ഇനി ഏതെങ്കിലും മദ്യ കമ്പനി താല്പര്യം അറിയിച്ചാൽ അതും ഒരു നേട്ടം തന്നെ. ഒരു വഴിക്ക് വീര്യം കുറഞ്ഞ മദ്യം, മറ്റൊരു വഴിയിൽ ഖജനാവിലേക്ക് തുണ്ട്. അവിടെ കിടക്കുന്ന പൂച്ചക്കുഞ്ഞുങ്ങൾ 3 നേരം പാല് കുടിച്ച് സുഖമായി ഉറങ്ങും. ആഹാ, എന്തൊരു മനസ്സമാധാനം. മനുഷ്യന്റെ ഒരു ഗ്ലാസ് വെപ്പ്, മാനവരാശിയുടെ പാമ്പാട്ടം, അതാവണം ഇനി നമ്മുടെ മുദ്രാവാക്യം. വീര്യം ഇത്തിരി കുറഞ്ഞാലും ഇക്കാര്യത്തിൽ ഉഷാറൊട്ടും കുറയരുത്. സർക്കാരിന്റെ നടപടി സതുദ്ദേശത്തോടെയുള്ളതാണ്. അതിനൊപ്പം നിൽക്കുക എന്നതാണ് പൗരബോധമുള്ള ഏതൊരു കുടിയന്റെയും കടമ. ആരോഗ്യത്തെക്കുറിച്ചൊന്നും ഒരു ബേജാറും വേണ്ട. ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രി തന്നെയാണ് നമ്മുടെ ഉപദേഷ്ടാവ്. വീര്യം കുറഞ്ഞതിനല്ലേ നികുതി കുറച്ചത്, വീര്യം കൂടിയതിന് കുറച്ചിട്ടില്ലല്ലോ. ഉദ്ദേശം സതുദ്ദേശപരമാണ്. വീര്യം കുറഞ്ഞ മദ്യം എന്തിനാ കൊടുക്കുന്നതിനാ? അല്ലാതെ ഈ സ്ഥിരം കുടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, എന്തായാലും കുടിക്കും. ഇപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കലക്കി കുടിച്ച് എന്താ പറയേണ്ടത്, ദുരന്തം ഉണ്ടാകും. ആരൊക്കെ എതിർ നിന്നാലും പ്രപഞ്ചശക്തികൾ കൂടെ ഉണ്ടെങ്കിൽ എന്തും സാധിക്കാമെന്നാണ് ചൊല്ലി. പക്ഷെ നമ്മൾ അവരാരുടെയും വാക്ക് കേൾക്കാൻ പോകണ്ട. ചില മധ്യവിരുദ്ധ മൂരാച്ചി സംഘടനകളും മതസംഘടനകളും വിശ്വാസ സമൂഹവും ഒക്കെ കുറഞ്ഞു തുള്ളാനുള്ള സാധ്യത ഏറെയാണ്. അബ്കാരികളെ കൊണ്ട് സംഭാവന ചെയ്യിപ്പിച്ചു, കാണിക്ക വഞ്ചി പണിയിപ്പിച്ച് നൽകിയും അവരെ നൈസായി ഒതുക്കാം. മറക്കരുത്, മനുഷ്യന്റെ ഒരു ഗ്ലാസ് വെപ്പ്, മാനവരാശിയുടെ പാമ്പാട്ടം, അതാണ് ഇനി മുതൽ നമ്മുടെ മുദ്രാവാക്യം.